സിന്ദൂരരേഖ. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 44. ആയുർവേദം നോക്കാം മോനെ. അതാവുമ്പോൾ നീ ഇങ്ങനെ ആശുപത്രി കിടന്ന് നരയിക്കേണ്ടി വരില്ല. വത്സല മകൻ്റെ നെറുകയിൽ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. കാരണം വിനീതയുടെ മുകളിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. സുകുമാരന് അനിയും ഉണ്ടെങ്കിലും അവരൊന്നും തൻ്റെ മൂത്ത മകൻ്റെ കാര്യത്തിൽ ഒരു സഹായം പോലും ചെയ്യുകയില്ലെന്ന് വത്സലയ്ക്ക് നല്ല ഉറപ്പുള്ള കാര്യമായിരുന്നു. ആശുപത്രിയിലൊന്ന് മാറി നിൽക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. എന്താ മോനെ നിന്റെ അഭിപ്രായം? അവർ സങ്കടത്തോടെ ചോദിച്ചു. അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നോ അതുപോലെ ചെയ്യ്. ആദിത്യൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിൽ ഞാൻ ഡോക്ടറിനോട് ചോദിച്ച് ഡിസ്ചാർജ് വാങ്ങട്ടെ. നമ്മുടെ മീനാശ്ശേരിയിലെ വൈദ്യനെ ഞാൻ വിളിച്ചിരുന്നു. അവർ ചോദിച്ചപ്പോൾ നിൻ്റെ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ റിപ്പോർട്ടുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അയാളുടെ മകനും ഇപ്പോൾ പേരുകേട്ട ആയുർവേദ ഡോക്ടറാണെന്ന്. നിന്നെ ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് കണ്ടിട്ട് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് മോനെ, അവിടുത്തെ ചികിത്സ തുടങ്ങിയ നീ ഉറപ്പായിട്ട് എഴുന്നേറ്റ് നടക്കുമെന്ന് അവർ പ്രതീക്ഷയോടെ പറഞ്ഞു നിർത്തി. അമ്മയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ എങ്കിൽ ഞാൻ വിനീതയെ ഒന്ന് വിളിച്ചു പറയാം. അവർ കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ കയ്യിലേക്ക് എടുത്തതും അവൻ വേണ്ട എന്ന രീതിയിൽ അവരെ തലയാട്ടിക്കാട്ടി തടഞ്ഞിരുന്നു. എന്താടാ, അവളെ വിളിച്ചറിയിക്കണ്ടേ? വത്സലയുടെ നെറ്റി ചുളിഞ്ഞു. വേണ്ടമ്മേ, അവളിപ്പോൾ അങ്ങോട്ടേക്ക് പോയതല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഡോക്ടറോട് വിളിച്ചു പറഞ്ഞാൽ നമ്മളെ അറിയാവുന്നവരായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരില്ലേ? ബില്ല് സെറ്റിൽ ചെയ്താൽ നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകാൻ പറ്റും. അമ്മ നമ്മുടെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞാൽ മതി. അവൻ കാറും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നോളും. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായതും വത്സല പിന്നീടൊന്നും അവനെതിരായി മറുത്തു പറഞ്ഞില്ല. കാരണം ആദിത്യനെ ചികിത്സിക്കുന്നത് തങ്ങളുടെ കുടുംബ സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സൊന്നും അധികം സമയം എടുക്കില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. അവർ വേഗം ഡോക്ടറിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങി. നാണി. ഇരുട്ട് മാറുന്നതിന് മുൻപേ തന്നെ ചങ്കമംഗലത്തേക്ക് വീണ്ടും പണിക്കെത്തിയ അവരെ ഒരു കട്ടനും കുടിച്ചുകൊണ്ട് ഉമ്മറത്തിരുന്ന ദേവരാജൻ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ സാറേ? അവർ ഭവ്യതയോടെ അയാൾക്കരിയിലേക്ക് ചെന്ന് നിന്നു. നാണി ഇനി അടുക്കളപ്പണിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ. പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ അവർക്കത് കേട്ടപ്പോൾ വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല എന്നതാണ് സത്യം. കാരണം ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ വീട്ടിലൊരു ഗൃഹനാഥയുണ്ട്. മക്കളുടെ കാര്യം നോക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും ആഹാരം പാകം ചെയ്തു കൊടുക്കാനും ഇനി പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യം ചന്ദ്രമംഗലം തറവാടിനില്ല. മാത്രമല്ല, തൻ്റെ മകളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഒരു വേലക്കാരിയെപ്പോലെ കഴിയുന്നത് അവൾക്കൊരു നാണക്കേടിന് കാരണമാകുമെന്ന് ചിന്തിക്കാനുള്ള ശേഷി നാണിക്കുണ്ടായിരുന്നതാനും. ശരി സാറേ, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനും അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഈ വീട്ടിലില്ലല്ലോ. അവർ സന്തോഷത്തോടു കൂടി പറഞ്ഞു. ഒപ്പം അടുത്ത പണി എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള ആശങ്കയും അവരിലുണ്ടായിരുന്നു. ആരാ പറഞ്ഞതില്ലെന്ന്? ഇനിയിപ്പോൾ പണിക്കാരിയായിട്ട് ചന്ദ്രമംഗലത്തേക്ക് വരണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ വീട്ടിലെ മീരയുടെ അമ്മ എന്ന നിലയിൽ എപ്പോഴും വരാം കേട്ടോ. ദേവരാജൻ ചിരിച്ചുകൊണ്ട് അറിയിച്ചു. നാണി ആ ചിരിയിൽ പങ്കുകൊണ്ടു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ആവട്ടെ സാറേ. അവർ തല കുലുക്കി അയാൾ പറഞ്ഞതിനോട് അനുകൂലിച്ചു. നമ്മുടെ റോഡിനരികിലുള്ള അടച്ചിട്ടിരിക്കുന്ന പീരിക തനിക്കറിയാവുന്നതല്ലേ? വലിയ 5-6 മുറികളുണ്ട് താനും. തേങ്ങയും അടയ്ക്കയും ഒന്നും പെറുക്കിയിടാൻ സ്ഥലമില്ലെന്നും പറഞ്ഞ് ഞാൻ തന്നെ അത് സ്റ്റോർ റൂമാക്കി വെച്ചത്. പലരും വന്ന് വാടകയ്ക്ക് ചോദിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാ. അങ്ങാടിക്കടുത്തുള്ള കട ആയതുകൊണ്ട് തന്നെ ആൾക്കാരെപ്പോഴും പോകുന്ന വഴിയാണ്. ദേവരാജൻ കാപ്പി ഊതി കുടിച്ചുകൊണ്ട് നാണിയോട് വിശദീകരിച്ചു. ഇതൊക്കെ അദ്ദേഹം തന്നോട് എന്തിനാണ് പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നാണി ദേവരാജന് മുൻപിൽ വെറുതെ കേട്ടുകൊണ്ട് നിന്നത് മാത്രമേ ഉള്ളൂ. അവിടം വൃത്തിയാക്കിയെടുക്കാൻ പപ്പനോട് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മനസ്സിൽ പദ്ധതി ഇട്ടുകൊണ്ടാണ് അയാൾ അത് വിവരിക്കുന്നെന്നുള്ള കാര്യം പിന്നീടാണ് നാണിക്ക് മനസ്സിലായത്. നാണി മുന്നേ തയ്ക്കുന്ന ആളായിരുന്നല്ലേ. ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്നിടം വരെ വേറെ പണിയുടെ കൂടെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുമായിരുന്നില്ലേ? അയാൾ ഒട്ടൊരു സംശയത്തോടുകൂടി അവരോട് ചോദിച്ചു. അതെ സാറേ, എത്രയൊക്കെ പണിയെടുത്തെന്ന് വെച്ചാലും ഒന്നും തികയില്ലല്ലോ. ഇവിടുത്തെ കൊച്ചുങ്ങളെ നോക്കാൻ വന്നതോടുകൂടി ഒന്നിനും സമയം കിട്ടാതിരുന്നത് കൊണ്ട്
അതൊന്ന് മാറ്റി വെച്ചതാ. അവർ അയാളോട് ബഹുമാനത്തോടെ മറുപടി നൽകി. അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നാണീ. ആ കടയുടെ 2 മുറി നീ എടുത്തോ. അവിടെ ഇരുന്ന് തയ്യപ്പണി വീണ്ടും ഒന്ന് തുടങ്ങിയ നിന്നെ അറിയാവുന്നവരൊക്കെ നിന്റെ അടുത്തേക്കല്ലേ പിന്നെ വരുവുള്ളൂ. റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വരുമാനവും ഉണ്ടാവും. ദേവരാജൻ പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും നാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. ഇവിടുത്തെ വെറുമൊരു പണിക്കാരി ആയിരുന്നിട്ട് കൂടി തൻ്റെ ഭാവി കാര്യങ്ങളിൽ ഇത്രയും ശ്രദ്ധ കാട്ടിയ മനുഷ്യനോടുള്ള നന്ദി എങ്ങനെ വീട്ടണമെന്നറിയാതെ അവർ ദേവരാജന് മുമ്പ് കൈകൾ കൂപ്പി വണങ്ങി നിന്നു. എങ്ങനെയാണ് ഇതിനൊക്കെ നന്ദി പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. അവരുടെ വാക്കുകൾ ചിലമ്പിച്ചിരുന്നു. ഒച്ചയിടറി. തൊണ്ടക്കുഴിയിൽ എന്തോ തടഞ്ഞതുപോലെ തോന്നിയതും അവരത് അടക്കി പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കണ്ണു തുറന്നു കിടന്ന് ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിലും അതിരുണ്ട്. ഉണർന്നിട്ടും എഴുന്നേൽക്കാതെ തൻ്റെ ശരീരത്തിൻ്റെ ചൂടിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പപ്പൻ അത് ആരോടൊന്നില്ലാതെ പരാതി പറഞ്ഞു. അവൻ്റെ വാക്കുകൾ തന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണെന്നുള്ള മനസ്സിലായതും മീരയിൽ പൊടുന്നനെ ഒരു വിറയൽ പടർന്നു കയറി. എങ്കിലും ഒന്നും കൂടി അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൊണ്ട് അവൾ കണ്ണുകൾ പൂട്ടിക്കിടന്നു. ആ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ എൻ്റെ ഭാര്യയുടെ പേടിയും വിറയലും പോയിട്ടില്ല. പാവം ഞാൻ. അവൻ്റെ ആത്മസങ്കടം കൂടി കേട്ടതും ഉള്ളിൽ നിന്നും പൊട്ടി വന്ന ചിരിയെ അവൾ എങ്ങനെയൊക്കെയോ അടക്കിപ്പിടിച്ചു. പക്ഷെ എന്നെ കാണുമ്പോൾ ചിലരുടെയൊക്കെ ഒളിഞ്ചും പാത്തുള്ള നോട്ടവും ചിരിയുമൊക്കെ എന്തിനാണെന്നാ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്. ആകെയുള്ള പപ്പൻ്റെ സംസാരം അവളിലെ നാണത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമായിരുന്നു. എടോ. എന്നിട്ടും മൗനമായി തൻ്റെ ടീഷർട്ടിൽ തെരിച്ചു പിടിച്ചുകൊണ്ട് കിടക്കുന്നവളുടെ ഇടത്തെ കവളിൽ തൻ്റെ വലത്തെ കൈയുടെ പെരുവിരലിനാൽ കളം വരച്ചുകൊണ്ട് അവൻ പതിയെ വിളിച്ചു. പൊടുന്നനെ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും അവ പപ്പൻ്റെ മുഖത്തേക്ക് സഞ്ചാരപാത ഒരുക്കുകയും ചെയ്തു. എന്തിനാടോ ഈ വിറയിലും നാണോ ഒക്കെ? നമുക്കിടയിൽ ഇനി അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവൻ്റെ വിരൽത്തുമ്പ് അപ്പോഴും അവളുടെ കവളിനെ ചുവപ്പിക്കുന്നുണ്ടായിരുന്നു. മറുപടിയായി അവളൊന്ന് ചിരിച്ചു. പറ മീര, നമുക്കിടയിൽ എന്തിനാ ഈ അകൽച്ച? കണ്ണുകളിൽ പ്രണയം കത്തിച്ചുകൊണ്ട് ചോദിക്കുന്നവനോട് എങ്ങനെ മറുപടി പറയണമെന്നറിയാതെ അവൾ വിവശയായി. പോരാത്തതിന് അവൻ്റെ വിരൽത്തുമ്പ് നൽകുന്ന സ്പർശനം അവളെ വല്ലാതെ തരളിതയാക്കിയിരുന്നു. മീര, അവൻ വീണ്ടും വിളിച്ചു. പക്ഷേ അവൻ്റെ ശബ്ദം മുൻപത്തെക്കാട്ടിലും മൃദുലവും അവളെ കൊല്ലാതെ കൊല്ലുവാൻ പോന്നുന്നതുമായിരുന്നു. ആ വശ്യമായ വിളിയിൽ അവളിലെ ശ്വാസഗതി ഉയർന്നു. ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടി വന്നു. ശരീരത്തിൽ ആകമാനം കുളിര് കോരുന്നത് പോലൊരു അവസ്ഥയുണ്ടായി. പെണ്ണിൻ്റെ ശരീരത്തെ ഓരോ രോമകൂപങ്ങൾ പോലും എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നതാവും ശരി. മീര, അവൻ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ആ, അവൾ വീണ്ടും മൂളിക്കേട്ടു. പപ്പേട്ടൻ്റെ ഒരു വിളി പോലും തന്നെ ഇത്രമേൽ വിവശയാക്കുന്ന എന്തിന്? ആ നോട്ടം പോലും തന്നിൽ എന്തൊക്കെയോ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടൻ്റെ വിരൽത്തുമ്പിൻ്റെ സ്പർശം പോലും തൻ്റെ ദേഹത്തെ പൊള്ളിക്കുന്നുണ്ട്. എന്താണിത്? എന്താണ് തനിക്ക് പറ്റുന്നത്? തന്നിലുളവാകുന്ന ശരീരത്തിലെ മാറ്റങ്ങളെ തനിക്ക് പോലും മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല. ഇതാണോ പ്രണയം? ആളിൻ്റെ സാമീപ്യം പലപ്പോഴും തന്നെ ചുറ്റുമുള്ളതെല്ലാം മറന്നു പോകുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അവൾ ഒട്ടൊരു തളർച്ചയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊന്ന് നിന്നെ ചുംബിച്ചോട്ടെ മീര? പൊടുന്നന്നെ പപ്പൻ്റെ വിവശതയോടെയുള്ള ചോദ്യം മീര കേട്ടു. പപ്പൻ്റെ കണ്ണുകളിലെ അപ്പോഴുള്ള ആ തീഷ്ണത ആ ചോദ്യത്തിലും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. പപ്പേട്ടൻ്റെ നോട്ടം താങ്ങുവാനോ ആ ശബ്ദം കേൾക്കുവാനോ അവളിലെ പ്രണയിനിക്ക് ആവതില്ലാതെ ആയിപ്പോയി. ഇത്തവണ അവൾ മൂളി കേട്ടില്ല. പകരം മീരയുടെ ഇടംകൈ അവൻ്റെ പിൻകഴുത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു, സമ്മതത്തോടെ. പൊടുന്നനെ പപ്പൻ അവളെ ഒന്നും കൂടി സ്വന്തം ദേഹത്തേക്ക് ചേർത്ത് കിടത്തി. അവനൊന്ന് ഇടംകൈയാൽ ഉയർന്നു പൊങ്ങി മീരയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. ഇതങ്ങ് എടുത്തോട്ടെ. പപ്പൻ്റെ കണ്ണുകളിൽ അവളുടെ ചൊടികൾ മാത്രം നിറഞ്ഞു നിന്നു. അവൻ്റെ വലങ്കൈയുടെ പെരുവിരൽ ആ നിമിഷം മീരയുടെ കീഴ്ചുണ്ടിനെ ഒന്ന് മുട്ടി ഒരുമിക്കൊണ്ട് കടന്നുപോയി. ആ, അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടുകൾ അപ്പോഴേക്കും അറിയാതെ തന്നെ ഇത്തിരി തുറന്നു പോയിരുന്നു.
വിരിഞ്ഞ ഒരു പനിനീർ പുഷ്പം പോലെ. അധരങ്ങളുടെ മൃദുലത അറിഞ്ഞവൻ്റെ വിരൽ വീണ്ടും വീണ്ടും അവളുടെ പാതി വിടർന്ന ചുണ്ടുകളെ തലോടിക്കൊണ്ടിരുന്നു. ആ തലോടലിൽ അവ വീണ്ടും ചുവക്കുവാനായി തുടങ്ങി. എന്തു ഭംഗിയാ പെണ്ണെ നിന്റെ ആദരങ്ങൾക്ക്. അവൻ്റെ മീരയെന്നുള്ള പതിവ് വിളി പെണ്ണെ എന്നാവുന്നുവെന്നറിഞ്ഞ നിമിഷം തന്നെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവളൊരു ലോകത്തായിരുന്നു, പപ്പൻ എന്ന ലോകത്ത്. അവളൊരു ധ്രുവനക്ഷത്രം പോലെ പപ്പന് ചുറ്റും ഭ്രമണം ചെയ്തു. പൊടുന്നനെയാണ് പെണ്ണിൻ്റെ കീഴ്ചുണ്ടിൽ തണുപ്പ് പടരുന്നത് പോലെ അനുഭവപ്പെട്ടത്. അവൻ്റെ ചൊടികൾ അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് പതിയെ തൊട്ടു എന്ന് പറയുന്ന അവൻ ശരി. അതും കൂടി ആയപ്പോഴേക്കും മീരയുടെ ശരീരത്തിൽ ചുടുരക്തം കുതിച്ചൊഴുകുവാൻ തുടങ്ങിയിരുന്നു. മീര. ആ ഒരു വിളിയോടെ അവൻ അവളുടെ ആദരങ്ങളെ പതിയെ നുണഞ്ഞു. ശ്രദ്ധയോടെ, പ്രണയത്തോടെ, വളരെ പതിയെ, അത്രമേൽ മൃദുലമായി. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത അനുഭൂതിയിൽ അവൾ സ്വയം മറയുന്നു. മീര. വീണ്ടും വീണ്ടും അവൻ വിളിച്ചു. അവളിലെ മൂളിച്ചകൾ പിന്നീട് പുറത്തേക്ക് വന്നില്ല. അവ കുറുകലുകളായി രൂപാന്തരം പ്രാപിച്ചു. അവനിൽ ആവേശം നിറഞ്ഞു. ഉച്ചത്തിലുള്ള ഒരു കുറുകലിനോടൊപ്പം മീരയുടെ ഇരു കൈകളും അവൻ്റെ പുറത്തെ ബനിയനിൽ അള്ളിപ്പിടിച്ചു. അമ്മേ. ഒരു കരച്ചിൽ കേട്ടപ്പോഴാണ് അതുവരെ വേറൊരു ലോകത്തായിരുന്ന മീര പപ്പനെ തള്ളി എറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നത്.